ബിയുടെ അവസ്ഥ കഴിഞ്ഞ കുറെ നാളുകളായി വളരെ പരിതാപകരമാണ്. ജീവനക്കാർക്ക് കൈനിറയെ ശമ്പളം കിട്ടുന്നുണ്ട് എങ്കിലും ബോർഡ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം അഥവാ കമ്പനി എക്കാലത്തും വിവാദ സ്ഥാനത്ത് തന്നെയാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണത്തിന്റെ കുത്തകാവകാശമുള്ള ബോർഡിന്റെ കഴിഞ്ഞ കുറെ കാലമായുള്ള ഏക അജണ്ട അടിക്കടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമായി മാറിയിട്ടുമുണ്ട്. എന്നാൽ കൂട്ടുന്ന വൈദ്യുതി നിരക്കിന് സമാനമായി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനോ കാലാനുസൃതമായ നവീകരണം ബോർഡിൽ നടപ്പാക്കാനുള്ള ശുഷ്കാതിയും ആത്മാർത്ഥതയും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 8.5 വർഷത്തെ ഭരണത്തിനിടെ തുടർച്ചയായ 5-ാം തവണ വൈദ്യുതി നിരക്ക് കൂട്ടി റെക്കോർഡിട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാര്യക്ഷമതയില്ലായ്മ, അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത, കേന്ദ്ര നിയമങ്ങൾക്കെതിരെ നിഷേധാത്മക സമീപനം തുടങ്ങിയവയൊക്കെ ചേർന്ന് ബോർഡ് സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നതിന്റെ പാപഭാരം മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കൾ തലയിലേറ്റേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കണമെങ്കിൽ സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും ഒക്കെ അനുമതി വേണം. ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിച്ച് അത് അംഗീകരിച്ച ശേഷം മാത്രമേ വർധനവ് എത്ര എന്നത് സർക്കാർ തീരുമാനിക്കുകയുള്ളൂ. രാജ്യമൊട്ടാകെ ഇത് ഒന്നാണ് നടപടിക്രമം. എന്നാൽ കേരളത്തിലെ വൈദ്യുതി ബോർഡ് കമ്പനി ആയതിനാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ്. 2021 സർക്കാരിനെ അറിയിക്കാതെ സ്വന്തം നിലയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതാണ് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നഷ്ടത്തിന്റെ പടുകുഴിയിലേക്കും ബോർഡിനെ തള്ളിയിട്ടത്. 31,000 ജീവനക്കാരുള്ള ബോർഡിൽ 2021 പരിഷ്കരണത്തിൽ ശരാശരി 7,000 രൂപ മുതൽ 30,000 രൂപ വരെ ശമ്പള വർധനവും ഉണ്ടായി. പെൻഷൻകാർക്കും കിട്ടി വൻ വർധന. 2018 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകിയതോടെ ഒരു വർഷം 734.4 കോടിയുടെ അധിക ബാധ്യതയാണ് ബോർഡിനുണ്ടായത്. സർക്കാർ ജീവനക്കാരേക്കാൾ 5% കൂടുതൽ ക്ഷാമബദ്ധയും അനുവദിച്ചതോടെ ശമ്പള പെൻഷൻ വിഹിതം റവന്യൂ വരുമാനത്തിന്റെ 26.77% നിന്ന് 46.59% ഉയർന്നു. ബോർഡിൽ ഓവർസിയർമാരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത 10ാം ക്ലാസ് തോൽവിയാണ്. 2002 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉണ്ടാക്കിയ നിയമമാണ് ഇത്. ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർ 10 വർഷം കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം നേടി സബ് എഞ്ചിനീയർമാരായി 1 ലക്ഷം രൂപയ്ക്ക് മേൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങും. വർദ്ധിച്ച നിരക്കിൽ താരിഫ് കൂട്ടി ഉപഭോക്താക്കളെ പിഴിയുന്ന പണമാണ് ഇങ്ങനെയൊക്കെ ധൂർത്തടിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. 6,500 കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നൽകിയ ശമ്പള പരിഷ്കരണത്തിന് ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും അധിക ബാധ്യത കണക്ക് കൂട്ടി സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഏത് സർക്കാർ ഭരിച്ചാലും ബോർഡിലെ ഇടതുപക്ഷ യൂണിയൻ തീരുമാനം മാത്രമേ നടപ്പാക്കുകയുള്ളൂ. വകുപ്പ് മന്ത്രിയും ബോർഡ് ചെയർമാനും CMDയും സർക്കാരും ഒക്കെ വെറും കാഴ്ചക്കാരാകും. നഷ്ടത്തിന്റെ പടുകുടിയിൽ നിൽക്കുന്ന ബോർഡിന് മുന്നോട്ട് പോകാൻ 7,000 കോടി രൂപ ആവശ്യമുണ്ടെന്നും താരിഫ് വർധനയല്ലാതെ മറ്റു മാർഗവുമില്ല എന്ന ബോർഡിന്റെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചാണ് കഴിഞ്ഞ ദിവസം യൂണിറ്റിന് 16 പൈസയും അടുത്ത ഏപ്രിലിൽ 12 പൈസയും വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയത് എന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അവകാശവാദം. ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചു. ഈ വർഷം യൂണിറ്റിന് 35 പൈസയുടെ വർധനമാണ് അത്ര ബോർഡ് ആവശ്യപ്പെട്ടത്. ഇത് കമ്മീഷനും ബോർഡും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്നാണ് ബോർഡുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരെല്ലാം ബോർഡിൽ നിന്ന് വിരമിച്ച CITU യൂണിയന്റെ സജീവ പ്രവർത്തകരുമാണ്. ബോർഡും റെഗുലേറ്ററി കമ്മീഷനും ഒരേ തൂവൽ പക്ഷികളാണ് എന്നതിന്റെ പൊരുൾ ഇതിലൂടെ വ്യക്തമാണ്. രാജ്യത്താകെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി 2003 പാർലമെന്റ് പാസാക്കിയ വൈദ്യുതി ഭേദഗതി നിയമം നടപ്പാക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം. ആരും ചോദ്യം ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല.